ഹലോ ഗായ്സ്, ഈ വെള്ളമൊക്കെ തിളയ്ക്കുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ടൊരു മാഗിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് നമ്മൾ മാഗിയുടെ മസാല എടുത്തിട്ടുണ്ട്. വലിയ കാര്യമായിട്ടൊന്നുമില്ല, ചെറുതായിട്ട് വലിയ ഡെക്കറേഷൻസ് ഒന്നും ഇല്ലാതെ ഒരു മാഗിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതെല്ലാവർക്കും അറിയാവുന്ന തന്നെയായിരിക്കും. പിന്നെ ചുമ്മാ ഒരു രസത്തിനൊരു വീഡിയോ ഇട്ടുവെന്നേ ഉള്ളൂ. നമ്മൾ ഈവനിങ് സ്കൂൾ വിട്ട് വന്നിട്ട് മാഗിയാണ് ഉണ്ടാക്കി കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ പൊടിയൊക്കെ ഇട്ടിട്ട്. കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് തിളയ്ക്കണം. എന്നിട്ട് വേണം നമ്മുടെ ന്യൂഡിൽസ് നമുക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇതാ നമ്മുടെ ന്യൂഡിൽസ് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഒഴിച്ച വെള്ളം ഇച്ചിരി കൂടുതലായി പോയോ എന്നെനിക്കൊരു ഡൗട്ടുണ്ട്. ഇത് 4 ക്യൂബ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നമുക്കൊരു 3 ഗ്ലാസ് വെള്ളം മതി. നമ്മൾ അതിൽ കൂടുതൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വെള്ളം ഇച്ചിരി കൂടുതലായിരുന്നു. അപ്പം വറ്റി വരാൻ അത്യാവശ്യം നല്ല സമയമെടുത്തു. നമ്മളത് നന്നായിട്ട് ഇളക്കിയിട്ട് ആ ക്യൂബ്സൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ടൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അത് നല്ലതാട്ടോ. ഞാൻ ഈ അടുത്താണ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. അത് വേറൊന്നുമല്ല, വീട്ടിൽ മന്തി മസാല ഉണ്ടെങ്കിൽ അത് ഇച്ചിരി ഇട്ട് കൊടുത്താൽ ആ മന്തിയുടെയൊക്കെ ഒരു ടേസ്റ്റ് ഇടയ്ക്ക് വരും. അത് നല്ല ഒരു ഫ്ലേവറിങ് കിട്ടാൻ നല്ലതാണ്. അതും കൂടി ചേർത്ത് ഇളക്കുക. അത് ചേർത്ത് കഴിയുമ്പോൾ ഒരു നല്ല മണം വരും കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു അടിപൊളി മണം വരും. അതിനുശേഷം ഇത് നന്നായിട്ട് തിളയ്ക്കണം. തിളച്ച വെള്ളം മൊത്തം ഒന്ന് വറ്റണം. ഇത് കുറച്ചധികം വെള്ളം ഉള്ളത് കൊണ്ട് വറ്റാൻ കുറച്ച് സമയമെടുക്കും. നിങ്ങൾ ചെയ്യുമ്പം കുറച്ച് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. ഇതിനകത്ത് വേണേൽ നമുക്ക് ക്യാരറ്റൊക്കെ അരിഞ്ഞിടാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും അരിഞ്ഞിട്ടിട്ടില്ല. അപ്പോൾ ഇതാട്ടോ നമ്മുടെ കൺസിസ്റ്റൻസി. വെള്ളം മൊത്തം വറ്റിയിട്ടുണ്ട്. ഇപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.